ഒറ്റപ്പാലം വഴി ഇങ്ങനെ മടങ്ങാണ് ചെറുപ്പളശ്ശേരിക്ക് ഇങ്ങനെ മടങ്ങുമ്പോഴാണ് ഒരു കാഴ്ച കണ്ടത്. അങ്ങനെ ഞങ്ങൾ ഈ മക്കാമ് കണ്ട്, മക്കാമല്ല എന്താണ് പത്തായം താമസിക്കുന്ന സ്ഥലമാണ് പോലെ. ഞങ്ങളപ്പോൾ ഈ മല വീഡിയോ എടുക്കാൻ വേണ്ടി നിർത്തിയത്. അപ്പോഴത് കണ്ടത് കേട്ടോ യാദർശികമായിട്ട്. അങ്ങനെ ഞങ്ങൾ മഞ്ചേരിയാണ്. ഞങ്ങളിങ്ങനെ ഒറ്റപ്പാലത്ത് നിന്ന് വന്നപ്പോഴേ ഞങ്ങൾ ചെറുപ്പളശ്ശേരിക്ക് അപ്പോഴാണ് കണ്ടത്. വർഷത്തിലൊരിക്കലാണ് അത് തുറക്കുള്ളൂ. അന്ന് പ്രത്യേകം പ്രാർത്ഥനയും അല്ല, അന്ന് തുറന്നിട്ട് ഇതിന്റെ പൈസ ഒക്കെ എടുത്ത് ഇതാക്കിട്ട് അപ്പൊ ഈ ആഘോഷമുള്ള നേർച്ച ഉണ്ടാവും. അതിന്റെ ഒരു 15 ദിവസം മുന്നേ തുറക്കും. ഇവിടെ നേർച്ചയില് എല്ലാ കൊല്ലം ഉണ്ടായിരുന്നു. ആഘോഷം നേർച്ച ഉണ്ടാവും, ആണ്ട് നേർച്ച ഉണ്ടാവും. കൊല്ലത്തിൽ 2 നേർച്ച. പിന്നെ ആഴ്ചക്ക് വ്യാഴാഴ്ച മൗലൂദ് ഉണ്ടാവും, ഞായറാഴ്ച സലാത്ത്. ഇവിടെ ആളെല്ലാം മറ്റിലുണ്ടാവും. 1000 ചില്ലറ ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ കൊറോണക്ക് ശേഷം 500ന്റെ ഉള്ളിലാണ് കസാലകള്. അതൊക്കെ ഇതിനായിട്ട് ചികിത്സയും കാര്യവും മരുന്നുണ്ടാക്കലൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ മജ്ലിസ് നടക്കുന്ന സ്ഥലം കേട്ടോ. താത്ത പറഞ്ഞ മജ്ലിസ് നടക്കുന്ന സ്ഥലം ഇവിടെ. അങ്ങനെ പാരമ്പര്യം ആൾക്കാര് ബന്ധച്ചെയ്യ ഇപ്പൊ വന്നാണേ, ഇവരനല്ലേ വന്ന ആളാണേ. അപ്പൊ ഇങ്ങനെ പറയണേക്കാണ്ട് ചുള്ളിക്കോടാണ്. അന്ന് ഇവിടെ ഉള്ളവർക്ക് പറഞ്ഞു കൊടുത്തിട്ടില്ല. അത്രേ കുന്നപ്പള്ളിന്ന് മാത്രമേ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലാതെ ഇന്ന സ്ഥലം എന്നോട്ടേന്നൊന്നും പറഞ്ഞു. ഇവിടെ താമസം ഉണ്ടാവൂലേ? അപ്പൊ അങ്ങനെ ഒരു സ്ഥലങ്ങൾക്ക് കൊടുത്തേച്ചെങ്കിൽ ഇപ്പൊ വരും, ഇരിക്കും, പോകും. അന്നത്തെ കാലം അപൂർവമായിട്ടുള്ള വീടുകളെല്ലാം ഉണ്ടാവും. ഓരോ വീടുകളില്ലല്ലോ. അപ്പൊ ഈ പോകുമ്പോ ഇവിടെ ഇറങ്ങിക്കാണ് ഞങ്ങള് വലിയപ്പാട് വാപ്പയൊക്കെയുള്ള കാലത്തെ. അങ്ങനത്തെ അത്രയും പഴക്കണ്ടത്. പിന്നെ എപ്പോഴും വരും പോകും. പിന്നെ തപസ്സിരുന്നെങ്കിലും ഇവിടെ അല്ലേ, ഈ മലയുടെ മുകളിലാണ് അധികം ഇരുന്നിക്കണത്. അജ്മീർന്ന് വന്നതിന്റെ ശേഷം ഇരുന്നിക്കണത്. പോകുമ്പോ വന്നു 7 വയസ്സിൽ ഞങ്ങൾ വലിയമ്മ പറയുന്നിട്ടുണ്ട്. 7 വയസ്സിൽ പോകുമ്പോ വന്നിട്ടുണ്ട് ഇത്ര. അജ്മീർക്ക് പോണ കാലത്ത് ഇവിടെ വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ പോയിട്ട് പിന്നെ 28 കൊല്ലം കഴിഞ്ഞിട്ട് വരുന്നതല്ലായിരുന്നു. അവർക്ക് വന്നത് കണക്കറിയില്ലല്ലോ, വളരെ കണക്ക് നോക്കുള്ളൂ. അപ്പോൾ പിന്നെ വന്നതിൻ്റെ ശേഷം നേരം പോകുമ്പോഴും വരുമ്പോഴും എപ്പോഴും ഇറങ്ങി കയറും ഇവിടെ എത്ര. എന്തിനാ അപ്പോൾ പണ്ട് വന്നപ്പോൾ ഇവിടെ ചോറും ഇല്ല, കഞ്ഞിയില്ലാത്ത സമയമാണ്. അപ്പോൾ ഇവിടെ വെള്ളം ഇങ്ങനെ തിളപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, കുട്ടികൾ കരഞ്ഞുകൊണ്ടും. അപ്പോൾ ഇപ്പോൾ വന്നപ്പോൾ പറഞ്ഞത്രേ പിന്നെ എന്തെങ്കിലും ഭക്ഷണം തരുന്നു. അപ്പോൾ എന്താ അന്നത്തെ കാലത്ത് അറിയില്ല, പാവയെന്ന് ഇങ്ങനെ ദർജയുള്ള ഒരാളാണെന്ന് അറിയാൻ മാത്രം. അപ്പോൾ പറഞ്ഞത്രേ ഇവിടെ ഒന്നുമില്ല, ഇവിടെ എങ്ങനെയാണ് കുട്ടികൾ കരഞ്ഞിട്ട് അങ്ങനെ ഉറങ്ങിയിരിക്കുന്നു പറഞ്ഞു. ഞങ്ങളൊന്ന് അടുക്കളയിൽ പോയിരിക്കുന്നു. അപ്പോൾ അടുക്കളയിൽ വന്നപ്പോൾ ചോറ് നിറച്ച് അങ്ങനെ അന്നത്തെ കാലത്ത് ഇപ്പോഴും ഉണ്ടാകും. മുച്ചി കടയുള്ള മുച്ചിയായി നിൽക്കണത്, ഈ വയസ്സായ മുച്ചി അതുകൊണ്ട് ആൾക്കാർ ജീവനായിട്ട് മാങ്ങ ഉണ്ടാവും. കുട്ടികളില്ലാത്തവരൊക്കെ കുട്ടികളുണ്ടാകുന്നുണ്ട്. പിന്നെ അതേപോലെ ക്യാൻസർ രോഗികളൊക്കെ കൊണ്ടിട്ട് അവർക്കൊക്കെ സിപ്പുണ്ട് കൊണ്ടുപോകുന്നവരൊക്കെ. ഞാനും എൻ്റെ കുട്ടികളും മാപ്പിളല്ലേ. ഇപ്പോൾ വലിയമാരൊക്കെ മരിച്ചു. 3 ആളുണ്ടാകുന്ന വയസ്സായാലും മരിച്ചു. പിന്നെ ഒരു മൂത്തമ്മയും മക്കളുമാണ്. അതിന് ആ മൂത്തമ്മക്ക് 9 മക്കൾ. ഇതിൻ്റെ ഉള്ളില് പുറ്റോ അതതിന്റെ കാവലായിരുന്നു. അങ്ങനെ നിന്നാണ്. അത് ആ കാലത്തെ അങ്ങനെ ആ പറഞ്ഞ മൂച്ചി ഇതാണല്ലേ? ഇതിൻ്റെ ഉള്ളിലാണ് കൊടിമരം അല്ലേ? ആ കൊടിമരത്തിൻ്റെ ബാക്കിയാണിത്. പകുതി പെരൻ്റെ ഉള്ളിലാണ്, പകുതി മുകളിലും. ആ ചരിത്രത്തിൽപ്പെട്ട മൂച്ചിയാണ് ഇട്ടത്. നസറോ, ഇതാണ് ആ മൂച്ചി, ആ ചരിത്രത്തിൽപ്പെട്ട. ഒരുപാട് കഥകളുണ്ട് ഇതിൽ പറയാൻ.
നമുക്ക് പിന്നെ ഒരു വീഡിയോയിൽ പറയാം. ഇതിപ്പോൾ ഇതിൽ ഒരുപാട് ചരിത്രങ്ങൾ പറയാനുണ്ട്. നമുക്ക് ഇൻഷാ അല്ലാ അടുത്തൊരു വീഡിയോയിൽ പറയാം അല്ലേ നസറോ? ഇതാണ് ആ താത്ത പറഞ്ഞ മല.